എരങ്കോട് ദേവിയുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വർഷങ്ങളുടെ പുറകിലേക്ക് കിടക്കണം. ഓരോന്നും വർഷങ്ങളുടെ പുറകിലേക്ക് കിടക്കണം. ഇപ്പൊ എന്താ വെച്ചാൽ ഈ ചരിത്രത്തിനൊക്കെ കൂടെ എന്ത് ചെയ്യും, കുറെ കഴിഞ്ഞാൽ അവസാനമൊക്കെ കൂടെ ചാരിത്രം വരില്ല, അതുപോലെ ആയി മാറുന്നുണ്ട്. ഇപ്പൊ ശരിയായ ചരിത്രം, അതിന്റെ ആചരണം എന്നീ കാര്യങ്ങളൊക്കെ കൂടെ പോയിട്ട് എന്തായി, അതില് എന്തൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മിക്സ് ചെയ്യും. പണ്ട് നമ്മൾ ആദ്യകാലങ്ങളിൽ സാമ്പാർ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അനവധി പച്ചക്കറികൾ ഒരൊറ്റ കറിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിൽ പിന്നീട് ഓരോരോ ആളുകളും ഓരോരോ നാടുകളിലും സാമ്പാർ വളരെ വ്യത്യസ്തമാണെന്ന് പറയില്ലേ. സാമ്പാറിനാണ് പേരുണ്ടാവുക, പക്ഷെ സാമ്പാർ വളരെ വ്യത്യസ്തമായ സാമ്പാറിനുള്ള കാരണം എന്താ, പല നാടുകളിലും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല പല രീതികളിലുള്ള പല പല കൂട്ടുകൾ അതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. പച്ചരച്ച സാമ്പാർ, വറുത്തരച്ച സാമ്പാർ, അതേപോലെ ഉള്ളിട്ട സാമ്പാർ, ഉള്ളി ഇടാത്ത സാമ്പാർ. ഇതേപോലെ തന്നെയാണ് ഭക്തിയിലും തന്നെ നിരവധി ഭക്തികളാണ്. ഇപ്പൊ കൊടുങ്ങല്ലൂർ ദേവിയുടെ ഭക്തിയാണെങ്കിൽ അത് വേറെ, നമ്മുടെ കാശിയിലുള്ള ഭക്തി അവിടെ ഉള്ളത് വേറെ, മറ്റ് രീതിയിലുള്ള പലതും പല വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങൾ മുഴുവൻ സനാതന ധർമ്മത്തിന്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. അതായത് ത്രിമൂർത്തികളിൽ നിന്ന് തുടങ്ങിയിട്ട് അഷ്ടരത്നങ്ങൾ, 108, 16, 9, 33 കോടി ദേവതകളുടെ ദേവീദേവന്മാരുടെ ആചരണം തന്നെയാണ് എല്ലാ അമ്പലങ്ങളിലും. വിവിധ രീതികളിൽ, അമ്പലങ്ങളില്ലാത്ത രീതിയിലും ആരാധന ഇവിടെ ഈശ്വരൻ നൽകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ മഹത്തായ രഹസ്യങ്ങൾ ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ അനവധി രഹസ്യങ്ങളുണ്ട്. എരങ്കോട് ദേവിയുടെ രഹസ്യങ്ങൾ പറയുകയാണെങ്കിൽ അനവധി രഹസ്യങ്ങളുണ്ട്. നമുക്ക് ചരിത്രങ്ങൾ പലതും ഇന്ന് മൂടപ്പെട്ടിട്ടുണ്ട്, പലതും വേറെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് കുഴച്ചുകൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മാറ്റങ്ങൾ വരും. ഗംഭീരമായ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടും